മലയാള സിനിമയിൽ തന്നെ എനിക്ക് തോന്നുന്നു ശ്വേതാമേനോന് ശേഷം കമലയാണ് ഇങ്ങനെ ഭയങ്കര അഡ്വഞ്ചർ ആയിട്ട്. എന്താണ് സത്യം പറഞ്ഞാൽ ഇതിനുള്ള ഇൻസ്പിറേഷൻ എന്താണ്? ഇങ്ങനെ ഈ ഒരു പീരീഡിൽ പോലും ഇത്ര ആക്റ്റീവായി നിൽക്കാനുള്ള ഇൻസ്പിറേഷൻ എന്താണ്? ഐ ഫീൽ ആക്റ്റീവ്. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല. ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ പിന്നെ ഞാനായിട്ട് വെറുതെ വീട്ടിലിരുന്ന് ഒരു പണിയില്ലാതെ ഇതിനെ കുറിച്ച് ചിന്തിച്ചു കൂട്ടണ്ടല്ലോ. ആൻഡ് ഐ ഫീൽ ഇപ്പം പ്രഗ്നൻസി എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെങ്കിൽ എന്തോ വലിയൊരു ടാസ്ക് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്കിപ്പം ഉള്ള ഒരു ഫ്ലോ അതിൽ തന്നെ ഐ ഫീൽ ഇപ്പം കുറച്ചുകൂടെ ഐ ഫീൽ മോർ ലവ്ഡ്, മോർ പാമ്പേർഡ്. അപ്പൊ ഈ ഒരു എനർജി ഇങ്ങനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യമല്ലേ. ആൻഡ് ഓൾസോ ഐ വോണ്ട് ടു ഗിവ് ഔട്ട് എ പോസിറ്റീവ് പ്രഗ്നൻസി മെസ്സേജ്, യുനോ. അപ്പം അതും എല്ലാം അലൈൻഡ് ആയല്ലോ. എൻ്റെ ഇത്ര ഫിലിംസ് റിലീസ് ആവുന്നു, പ്രൊമോഷൻസ്, ഇവന്റ്സ്. അപ്പൊ അതെല്ലാം ഒരു ബ്ലെസ്സിംഗ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഐ ആം ജസ്റ്റ് എംബ്രേസിംഗ് ഇറ്റ് കംപ്ലീറ്റ്ലി ആൻഡ് ഐ ആം എൻജോയിങ് ഇറ്റ്. ലാസ്റ്റ് പടം ആഡ് ചെയ്തത് അതൊരു മരുഭൂമി റിലേറ്റ് ചെയ്ത് സർവൈവിങ്, ഇതും മരുഭൂമി റിലേറ്റ് ചെയ്ത് ഒരു സർവൈവിങ് ത്രില്ലർ ഒരു ചിത്രമാണ്. അതെ, എനിക്ക് ആ മരുഭൂമിയിലെ സീൻസിലൊന്നും ഞാൻ ഭാഗമായിരുന്നില്ലല്ലോ. അതിന്റെ എല്ലാ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത് ഇവിടെയാണ്. അപ്പൊ ഇവിടെ ഞങ്ങള് സഹാറ ഡെസേർട്ടിൽ നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോ ഞാൻ ബ്ലസ്സേട്ടനൊക്കെ മെസ്സേജ് അയച്ചു, നിങ്ങളെയൊക്കെ സമ്മതിക്കണം. അവരനുഭവിച്ചതിന്റെ വളരെ കുറച്ച് ഞങ്ങള് അനുഭവിച്ചുള്ളൂ എങ്കിലും ഷൂട്ട് ചെയ്തുള്ളൂ എങ്കിലും അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ സാധിച്ചായിരുന്നു. അപ്പൊ അതില് ഇറ്റ്സ് നോട്ട് എ സർവൈവൽ അല്ല, അൽഫാസ് പറഞ്ഞ പോലെ, ബട്ട് മരുഭൂമിയിൽ തന്നെ നടക്കുന്ന ഒരു ഇന്റൻസ് ഡ്രാമയാണ് ഈ ഫിലിം, ത്രില്ലർ.